Hi, I am Amaljit George and you are all welcome to a new episode of I Amaljit. കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു പുതിയ സെക്ഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, ആർട്ട് മെറ്റീരിയൽ വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞ്. ഞാൻ ആർട്ടിസ്റ്റുകൾ യൂസ് ചെയ്യുന്ന ആർട്ട് പെൻസിൽസിനെ ബേസ് ചെയ്തിട്ടാണ് ആദ്യത്തെ വീഡിയോ സെറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ആർട്ട് പെൻസിൽസ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു മെറ്റീരിയലിനെ കുറിച്ചാണ് നിങ്ങളുടെ മുമ്പിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അത് ആർട്ടിസ്റ്റുകൾ ഉപയോഗിക്കുന്ന ഇറേസേഴ്സിനെ പറ്റിയാണ്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇറേസർ അല്ലെങ്കിൽ ഒരു റബ്ബർ, ഇതിൻ്റെ പ്രധാന ആവശ്യം എന്താ? ടു ക്ലീൻ അപ്പ് അവർ മെസ്. അതായത് നമ്മൾ ചെയ്യുന്ന എന്തെങ്കിലും ഒരു മിസ്റ്റേക്കോ മറ്റോ അത് ക്ലീൻ ചെയ്യുക. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ ഒരു ഡീറ്റെയിലിംഗ് അല്ലെങ്കിൽ ഹൈലൈറ്റിങ്ങിനായിട്ടുള്ള ഒരു യൂസേജ്. അതായത് നമ്മുടെ ഒരു തിന്നിങ് ആക്ഷൻ. ഫോർ എക്സാമ്പിൾ ഇത്തിരി ഡാർക്ക് ആയിട്ടുള്ള ഒരു റീജിയനിൽ ഒരു അല്പം ഇൻറ്റൻസിറ്റി കുറയ്ക്കണമെങ്കിൽ നമ്മൾ ഈ റബ്ബർ നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. എപ്പോഴും നമുക്കിതൊരു പക്ക ക്ലീനാക്കി എടുക്കണം എന്നുള്ളൊരു ആവശ്യമില്ല. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളുടെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മളിപ്പോൾ ഏതൊരു മെറ്റീരിയൽ വാങ്ങുകയാണെങ്കിലും, ഒരു ആർട്ട് മെറ്റീരിയൽ വാങ്ങുകയാണെങ്കിൽ, ഇപ്പോൾ പെൻസിലായാലോ റബ്ബറായാലോ സ്കെയിലായാലോ എന്ത് മെറ്റീരിയലും ആയിക്കോട്ടെ, നമ്മൾ 4 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. എസ്പെഷ്യലി 4 ഫാക്ടേഴ്സ്. നമുക്ക് ആദ്യത്തെ കാര്യം, അതായത് ക്വാളിറ്റി. രണ്ടാമത്തത്, അത് എത്രത്തോളം അവൈലബിൾ ആണ്, അഫോർഡബിൾ ആണ്. മൂന്നാമത്തത്, അത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നുള്ള യൂസേജ്. നാലാമത്തത്, അതിൻ്റെ ബ്രാൻഡ്. പേപ്പറിലുള്ള നോയ്സ്, അതായത് നമ്മൾ ചെയ്ത അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്തുനിന്ന് വന്ന ഒരു മിസ്റ്റേക്കോ അല്ലെങ്കിൽ ഒരു അഴുക്കോ അത് മായ്ക്കാനാണ് നമ്മൾ റബ്ബർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ക്വാളിറ്റിയിലെ പ്രൈമറി റിക്വയർമെൻ്റ് ആയിട്ട് വരേണ്ട കാര്യം എന്താ? റബ്ബറിൽ നിന്നൊരു അഴുക്ക് പേപ്പറിലേക്ക് വരരുത്. സോ റബ്ബർ ഷുഡ് ബി സെൽഫ് ക്ലീൻസിങ്. മാത്രമല്ല കഴിവതും അത് നോൺ ഡസ്റ്റ് ആയിട്ടുള്ള ടൈപ്പ് ആയിരിക്കുകയും വേണം. രണ്ടാമത്തത്, അത് എത്രത്തോളം ഹാൻഡി ആണെന്നുള്ള കാര്യമാണ്. അത് നമുക്ക് എത്ര ഈസി ആയിട്ട് നമുക്കത് യൂസ് ചെയ്യാന്നുള്ളത്. അത് എത്രത്തോളം ഷാർപ്പായിട്ട് കീപ്പ് ചെയ്യാൻ പറ്റുന്നുള്ള രീതിയിൽ. അതായത് ഇപ്പോൾ ഒരു ബോൾ ഷേപ്ഡ് റബ്ബർ ആണെങ്കിൽ നമുക്ക് അതുകൊണ്ട് യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും എസ്പെഷ്യലി. പക്ഷേ അതേസമയം നമുക്കൊരു പോയിൻറ്റഡ് ആൻഡ് ലോങ് ടൈപ്പ് ഇറേസർ ആണെങ്കിൽ ഇറ്റ് വിൽ ബി വെരി സ്മൂത്ത് ടു യൂസ്. നമ്മളൊരു പെൻസിൽ ഉപയോഗിക്കുന്നത് പോലെ നമുക്ക് വളരെ പ്രിസൈസ് ആയിട്ട് നമുക്ക് റബ്ബർ യൂസ് ചെയ്യാൻ പറ്റും. ഇറേസേഴ്സിനെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് അതിൻ്റെ ടൈപ്സ് എന്ന് പറയുന്നത്. ഓരോ തരം ഇറേസറിനും അതിൻ്റേതായിട്ടുള്ള യൂസ് ഉണ്ട്. നമ്മളിപ്പോൾ വളരെ ബേസിക് ആയിട്ട് യൂസ് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ള 3 രൂപയുടെ ഈ ടൈപ്പ് ഇറേസർ ആണെങ്കിൽ തന്നെ ഇതിനുമുണ്ട് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും കൂടുതൽ യൂസ്. അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു മെറ്റീരിയലാണ് നെഡഡ് ഇറേസർ. അതിപ്പോൾ ക്ലേ ഇറേസർ എന്നും അതേസമയം പ്ലാസ്റ്റിക് ഇറേസർ എന്നും ഒരുപാട് പേര് ഈ ഒരു മെറ്റീരിയലിനെ വിളിക്കാറുണ്ട്. ഇത് സത്യം പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്കിതിൻ്റെ ഷേപ്പ് നമുക്ക് മാറ്റാം. ഫോർ എക്സാമ്പിൾ നമുക്കിതിനെ വേണമെങ്കിൽ ഒരു പോയിൻറ്റഡ് ഷേപ്പ് ആക്കിയിട്ട് നമുക്ക് പോയിൻ്റായിട്ടൊരു ഷാർപ്പ് ഷേപ്പ് ആക്കിയിട്ട് അതനുസരിച്ച് നമുക്ക് അല്പമായിട്ട് ഡിപ്പ് ചെയ്തെടുക്കാം. ഇതൊരു നമ്മൾ ഫ്രിക്ഷൻ വെച്ച് മായ്ച്ച് കളയുന്ന ഒരു ടൈപ്പ് അല്ല. മാക്സിമം നമ്മൾ കൂടുതൽ ഇങ്ങനെ ഒപ്പിയെടുക്കുക എന്ന് പറയില്ലേ, അതുപോലെയാണ് നമ്മളിത് കൂടുതൽ പേപ്പറിൽ യൂസ് ചെയ്യുക. ആൻഡ് ഇത് കൂടുതൽ നമുക്ക് ഈ ഡീറ്റെയിലിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ നെഡഡ് ഇറേസർ യൂസും ചെയ്യുക. ഇത് കാലക്രമേണ ഇതെപ്പോഴും അഴുക്ക് പിടിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിത് വളരെ ഈസി ആയിട്ട് അവൈലബിൾ അല്ലാത്തൊരു കണ്ടീഷൻ ആണെങ്കിൽ, അതായത് ഇപ്പോൾ ആമസോണിൽ നിന്ന് ഒരു ദിവസം കൊണ്ട് ഡെലിവറി ചെയ്യാനോ അങ്ങനെ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ 2 കാര്യങ്ങൾ ചെയ്യാം. ഒന്നുകിൽ നിങ്ങൾക്കൊരു സെറ്റായിട്ട് വാങ്ങാം. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ക്രെറ്റ കളറിൻ്റെ ഇറേസറാണ്. ഈ ഒരു ഇറേസർ നമുക്ക് ലോക്കൽ മാർക്കറ്റിൽ അവൈലബിലിറ്റി കുറവാണ്, ക്രെറ്റ കളർ. പക്ഷേ അതേസമയം നമുക്കൊരു 5-6 സെറ്റായിട്ട് തന്നെ വാങ്ങാം. ഞാൻ ഉപയോഗിച്ചാൽ ഏറ്റവും നല്ല ബ്രാൻഡായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ക്രെറ്റ കളറാണ്. നിങ്ങൾക്കിത് വളരെ ഈസി ആയിട്ട് അവൈലബിൾ അല്ല, പക്ഷേ അതേസമയം നമുക്ക് ഒരുപാടെണ്ണം വാങ്ങിച്ചു വെക്കണം, ഇങ്ങനത്തെ താല്പര്യം ഉണ്ടെങ്കിൽ മറ്റൊരു വഴി എന്ന് പറയുന്നത് ഒരു ബ്ലേഡ് എടുത്ത് ഇതിനെ പല പല ചെറിയ കഷ്ണങ്ങളാക്കി യൂസ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഇതിൻ്റെ ഏരിയ ഓഫ് അല്ലെങ്കിൽ സർഫസ് ഏരിയ അതിലാണ് കൂടുതലും അഴുക്കാവുന്നത്. അങ്ങനെയാണ് ഈ ഒരു വസ്തു മൊത്തത്തിൽ കേടാവുന്നത്. അപ്പോൾ മാക്സിമം കൂടുതൽ യൂസ് കിട്ടാനായിട്ട് അങ്ങനെ ചെയ്യുന്നൊരു മെത്തേഡ് ഉണ്ട്. പക്ഷേ എന്നിരുന്നാലും ഫോർ ബെറ്റർ ഗ്രിപ്പ് എപ്പോഴും ഇതിൻ്റെ ഫുൾ സൈസ് തന്നെ യൂസ് ചെയ്ത് ശീലിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതേപോലെ ഇന്നത്തെ മോഡേൺ ഡേ പെൻസിൽ ഡ്രോയിങ്ങിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന മറ്റൊരു മെറ്റീരിയലാണ് പ്രിസിഷൻ ഇറേസേഴ്സ്. അതായത് ഇന്നത്തെ കാലത്ത് നമ്മൾ വരയ്ക്കുന്നതിനൊപ്പം തന്നെ നമ്മൾ വളരെ സ്മോൾ ആയിട്ടുള്ള വളരെ ഷാർപ്പും പ്രിസൈസും ആയിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഇടേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ മെറ്റീരിയൽസ് വന്നിരിക്കുന്നത്. ഇതിപ്പോൾ ടോംബോ മോണോ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെയാണ്. ആൻഡ് 2.3 mm ആണ് ഇതിൻ്റെ മില്ലിമീറ്റർ റേഡിയസ്. അപ്പോൾ തന്നെ ആലോചിച്ചു, റേഡിയസ് അല്ല ഡയമീറ്റർ. അപ്പോൾ തന്നെ ആലോചിച്ച് നോക്കുക എത്ര ചെറുതാണെന്ന്. കാരണം അത്രയും പ്രിസൈസ് ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ ഈ ഒരു മെറ്റീരിയൽ എല്ലാവർക്കും അങ്ങ് അഫോർഡ് ചെയ്യാൻ പറ്റില്ല, കാരണം ഇറ്റ്സ് പ്രിറ്റി എക്സ്പെൻസീവ്. മാത്രമല്ല എല്ലാവരുടെയും സ്റ്റൈലിനോട്ട് ഉതങ്ങുന്നത് ആവണമെന്നുമില്ല. പക്ഷേ എന്നിരുന്നാലും ഈ ഒരു മെറ്റീരിയൽ നല്ല പ്രിസൈസാണ്, മാത്രമല്ല നല്ല ഹാൻഡിയാണ്. ഏതായാലും ഇത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ ആണെങ്കിൽ അതിനൊരു പരിഹാരം എന്ന് പറയാൻ നമുക്ക് ഈ ചെറിയ പിള്ളേരൊക്കെ മേടിക്കുന്ന ഈ ടൈപ്പ് ഇറേസർ പെൻസിൽസ് വേറെ വേണേൽ വാങ്ങാം. ഇറേസർ പെൻസിലല്ല,
ഇതൊരു റീഫില്ലെല്ലാം ഉള്ള ഇതേപോലത്തെ ഒരു ഇത് തന്നെയാണ്. പക്ഷേ ഒരു 10 മില്ലിമീറ്റർ ഉണ്ടാവും ഇതിൻ്റെ ഇറേസറിൻ്റെ അതിൻ്റെ ഒരു ഡയമീറ്റർ എന്ന് പറയുന്നത്, ഒരു സെൻറ്റിമീറ്ററോളം ഉണ്ടാവും. പക്ഷേ നമുക്ക് നല്ല സുഖമായിട്ട് ഹാൻഡി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ എൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജിലെല്ലാം യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇവിടെ നമ്മളൊരു 800 രൂപ എടുത്ത് വാങ്ങുന്ന സമയത്ത് ഇവിടെ നമുക്കൊരു 30 രൂപയ്ക്ക് ഈ ഒരു വസ്തു വാങ്ങാനും പറ്റും. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാൻ പറ്റുന്നത് വെച്ചാൽ ഈ ഒരു ഇലക്ട്രോണിക് ഇറേസർ ടൈപ്സ് ആണ്. ഇത് സത്യം പറഞ്ഞാൽ ഇതിനകത്തൊരു ചെറിയ മോട്ടറുണ്ട്, അത് മാത്രമേ ഉള്ളൂ. ആൻഡ് ഈ ഒരു മെറ്റീരിയലിൽ ഒരുപാട് റീഫില്ലൊക്കെ ഉണ്ടാവും. ഇതുകൊണ്ട് ഇങ്ങനെ നമുക്ക് മാറ്റി റീഫില്ലെല്ലാം ഇടാൻ പറ്റും. സോ ഈ ഒരു മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ആർട്സ് നല്ല സീരിയസ് ആയിട്ട് എടുത്തു തുടങ്ങുമ്പോൾ ഇതിന് വളരെ ഹെവി യൂസേജ് നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് എത്രത്തോളം യൂസ്ഫുൾ ആണെന്ന് മനസ്സിലാവും. നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു റെഗുലർ ഇറേസർ വെച്ചൊരു വസ്തു മായ്ക്കാനായിട്ട് നമ്മളൊരു 8-10 തവണയെങ്കിലും നമ്മൾ പേപ്പറിലിരുന്ന് ഉരച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ഒരുപാട് ഡസ്റ്റ് വരും. മാത്രമല്ല നമുക്കൊരു പ്രിസൈസ് ഒരു സിംഗിൾ പോയിൻ്റ്, ഒരു 0.5 mm റേഡിയസുള്ള ചെറിയ ഡോട്ട്സ് ഒന്നും നമുക്ക് മായ്ക്കാൻ പറ്റില്ല. പക്ഷേ അതേസമയം നമ്മൾ ഇതുപോലത്തെ ഒരു മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മളത് കൊണ്ടുപോയിട്ട് നമ്മുടെ പേപ്പറിൽ ഒന്ന് ടച്ച് ചെയ്യുമ്പോഴേക്കും ആ ഒരു അത്രയും ഭാഗം മായ്ച്ചിട്ടുണ്ടാവും. നമുക്ക് വളരെ വളരെ ഫൈൻ ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊരു ചെറിയ ബോർഡർ വരയ്ക്കണമെങ്കിലോ ഔട്ട്ലൈൻ വരയ്ക്കണമെങ്കിലോ അല്ലെങ്കിൽ ചില ഇത് മായ്ക്കേണ്ട അവസ്ഥയൊക്കെ വന്നാൽ ഇപ്പോൾ കണ്ണിനകത്തൊക്കെ ചെറിയ ഡീറ്റെയിൽസ് ഒക്കെ ഇടേണ്ട ആവശ്യമൊക്കെ വരില്ലേ. കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ അബ്സല്യൂട്ട് വൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞത് ഓർമ്മയുണ്ടോ ഈ ഒരു വീഡിയോയിലായിട്ട്? അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞു തരും നമ്മുടെ കണ്ണിനകത്തൊക്കെ ചെറിയൊരു ലൈറ്റ് പോയിൻ്റ് ആയിട്ട് അബ്സല്യൂട്ട് വൈറ്റ് ഒക്കെ വരാറുണ്ടെന്ന്. അതൊക്കെ നമുക്ക് മായ്ക്കാൻ അല്ലെങ്കിൽ അതൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ ഈ ഒരു സിംഗിൾ പോയിൻ്റ് ഉണ്ടാക്കാൻ ഇങ്ങനത്തെ മെറ്റീരിയലൊക്കെ കൊണ്ട് പറ്റും. ഒരു 200 റുപ്പീസിന് മുകളിലോട്ട് ഇങ്ങനത്തെ ഇലക്ട്രോണിക് ഇറേസേഴ്സ് വാങ്ങാൻ കിട്ടും. പലതരം ബ്രാൻഡുകൾ അവൈലബിൾ ആണ്. കബീർ ആർട്സ്, മോണ്ടെമാർട്ട് പോലത്തെ റെഗുലർ ബ്രാൻഡ്സാണ് നിങ്ങൾ വാങ്ങുന്നതെങ്കിൽ റീഫിൽ ബോക്സസ് ഇഷ്ടം പോലെ കിട്ടും. മാത്രമല്ല ഇതിൻ്റെ അത്യാവശ്യം ഇത്തിരി വലിപ്പം ഉള്ളതുകൊണ്ട് തന്നെ ക്വൈറ്റ് സ്റ്റേബിളാണ് ഈ ഒരു വസ്തു എന്ന് പറയുന്നത്. അതേസമയം ഡെർവൻറ്റ് പോലത്തെ ബ്രാൻഡ്സ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഡെർവൻറ്റിൻ്റെ യൂസ് എന്ന് പറഞ്ഞാൽ ഡെർവൻറ്റ് വളരെ തിന്നാണ്. എസ്പെഷ്യലി കുറച്ചും കൂടെ തിൻ ഫിംഗേഴ്സ് ഉള്ള ഒരാൾക്കാണെങ്കിൽ അത് വളരെ ഹാൻഡി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതിനൊപ്പം തന്നെ അതിൽ റീഫിൽസ് കുറവാണെങ്കിലും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റീഫിൽസ് ഉണ്ടാവും. മാത്രമല്ല ഈ ഒരു സെർട്ടൺ പോയിൻ്റ്, ഈ ഒരു ചെറിയ അറ്റം തന്നെ പല ഡിഫറെൻറ്റ് ടൈപ്സ് ആയിട്ടാണ് ഡെർവൻ്റൊക്കെ തരുന്നത്. സോ രണ്ട് രീതിയിലും നമുക്കിതിനെ കാണാം. നമുക്ക് കൂടുതൽ റീഫില്ല് വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വർത്ത് ദ മണി എന്ന് തോന്നണമെന്നുണ്ടെങ്കിൽ നമുക്ക് മോണ്ടെമാർട്ട് പോലത്തെ ബ്രാൻഡുകൾ വാങ്ങാം. അതല്ല കുറേ കൂടെ പ്രിസൈസ് ആൻഡ് ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു അല്ലെങ്കിൽ ഹെവി ഡീറ്റെയിലിങ്ങിലേക്ക് നിങ്ങൾക്ക് പോകണം, പലതരം സാധനങ്ങൾ വേണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഡെർവൻറ്റ് പോലത്തെ ബ്രാൻഡ്സിലേക്ക് പോകാം. എന്നിരുന്നാലും കളേർഡ് ഇറേസേഴ്സ് വിൽക്കുന്ന ടൈപ്പ് സാധനങ്ങൾ വാങ്ങാതിരിക്കുന്നതാണ് നമ്മളിപ്പോൾ ഹൈപ്പർ റിയലിസം ഒക്കെ വരയ്ക്കാൻ നോക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. ആക്ച്വലി ഈ ഒരു വീഡിയോ അതിൻ്റെ എഡിറ്റിംഗ് ടേബിളിൽ എത്തിയപ്പോഴാണ് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത്. അതായത് ഡെർവൻറ്റിൻ്റെ ആ ഒരു പ്രൊഡക്റ്റ്, ഞാൻ പറഞ്ഞ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് ഇപ്പോൾ ഇന്ത്യയിൽ മാനുഫാക്ചറിങ് ഇല്ല. അതുകൊണ്ട് നമുക്ക് ഡെർവൻറ്റ് എന്ന് പറഞ്ഞിടത്തെല്ലാം നമുക്ക് ആ ഒരു ബ്രിസ്റ്റോയുടെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാം. കാരണം ഓൾമോസ്റ്റ് സിമിലർ പ്രൊഡക്റ്റാണ്. ഞാൻ യൂസ് ചെയ്ത പോലത്തെ ടൈമിലുള്ള ഒരു റേറ്റ് ഒന്നും ഇപ്പോൾ ബ്രിസ്റ്റോയുടെ തന്നെ ഇല്ല. ബ്രിസ്റ്റോയുടെ കുറച്ചും കൂടെ വിലയും കുറവാണ്. ആൻഡ് ഞാൻ പറഞ്ഞ പോലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റീഫിൽസും ഉണ്ട്. ഇനിയുള്ളൊരു വസ്തുവാണ് ഇറേസർ പെൻസിൽസ്. ആക്ച്വലി ഇറേസർ പെൻസിൽ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇതിൽ നിന്ന് ഒരുപാട് പ്രതീക്ഷിച്ചു എന്നാണ് സത്യം പറഞ്ഞാൽ. പക്ഷേ കാര്യമായിട്ട് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് വലിയ മെച്ചമൊന്നും നമുക്ക് ഇറേസർ പെൻസിൽസിൽ നിന്ന് കിട്ടില്ല. ഇതിൽ നല്ല റിസൾട്ട് സത്യം പറഞ്ഞാൽ മറ്റേ ആ ഒരു ടോംബോ മോണോസീറോ എന്ന് പറഞ്ഞ് ഞാൻ കാണിച്ച ആ ഒരു ഇറേസറിൽ നമുക്ക് കിട്ടും. ആൻഡ് ഇത് ചിലപ്പോൾ നമുക്ക് ഉപകാരപ്പെടും എന്ന് കരുതി ഇത് എപ്പോഴും നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള ഒരു റിസൾട്ടൊന്നും കിട്ടിയെന്നും വരില്ല. അവസാനത്തെ വസ്തു ഞാനൊരു മിസലേനിയസ് പ്രോഡക്റ്റ് എന്ന രീതിയിൽ തന്നെ പറയാൻ ഉദ്ദേശിച്ചിരുന്നതാണ്. കാരണം ഇറ്റ്സ് ടെക്നിക്കലി നോട്ട് ആൻ ഇറേസർ. നമ്മൾ വൈറ്റ്നർ പോലത്തെ ഒരു ഫ്ലൂയിഡ് പെന്നാണിത്. ഇത് യൂണിപോസ്ക എന്ന് പറയുന്നൊരു ബ്രാൻഡിൻ്റെയാണ്. പക്ഷേ നമ്മൾ ഫൈൻ ഡീറ്റെയിൽസ് എല്ലാം വൈറ്റ് കളർ പേപ്പറിൽ നമ്മൾ ഫൈൻ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ടാക്കേണ്ട ആവശ്യം വരികയാണെങ്കിൽ ഈ ഒരു പെൻസിലായിരിക്കും ഏറ്റവും നല്ലത്. ഒരു ഇറേസർ വാങ്ങുന്നതിന് മുമ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ നമ്മുടെ ടൈപ്പ് ഓഫ് പേപ്പർ നമ്മൾ ഉപയോഗിക്കുന്നതിന് ഈ ഒരു മെറ്റീരിയൽ ചേരുന്നുണ്ടോ എന്ന് നോക്കണം. അതേപോലെ തന്നെ നമ്മുടെ ഹാൻഡ് അതിന് പറ്റിയ ഗ്രിപ്പിലാണോ ആ ഒരു ഇറേസർ ഉള്ളത് നോക്കണം. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു മെറ്റീരിയൽ വാങ്ങുമ്പോൾ എല്ലാ മെറ്റീരിയലും എല്ലാവർക്കും ചേർന്നതായിരിക്കണമെന്നുമില്ല. അതേപോലെ പ്രൈസ് ആൻഡ് അവൈലബിലിറ്റി. നമ്മളിപ്പോൾ നല്ല ഹെവി പ്രിസൈസ് ആൻഡ് ആക്യുറേറ്റ് ആയിട്ടുള്ള ഡ്രോയിങ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. അതിന് പറ്റിയ തരത്തിലുള്ള മെറ്റീരിയൽസ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ, ഫൈൻ ഡീറ്റെയിലിങ്ങിന് പറ്റിയ മെറ്റീരിയൽസ് നമുക്ക് വേണമെങ്കിൽ ആ മെറ്റീരിയൽസിനൊക്കെ നല്ല വില കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ വാങ്ങുന്നതിന് മുമ്പ് അത് നമ്മുടെ ഗ്രിപ്പിന് പറ്റിയതാണോ എന്നൊക്കെ നമ്മൾ നോക്കിയേ പറ്റുള്ളൂ. അതേപോലെ ടോംബോ മോണോ പോലെ ഞാനിപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ഫൈൻ ഇറേസറിനൊക്കെയുള്ള പ്രശ്നം എന്ന് വെച്ചാൽ അത് അവൈലബിലിറ്റി വളരെ കുറവാണെന്നുള്ളതാണ്. നമ്മൾ വിചാരിക്കുന്ന ചിലപ്പോൾ അത് ഓൺലൈനായിട്ടോ മറ്റോ നമുക്ക് വാങ്ങാൻ പറ്റിയെന്ന് പോലും വരില്ല. സോ ഈ ഒരു അവൈലബിലിറ്റി എന്ന് പറയുന്നതാണ് ഇറേസേഴ്സിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രശ്നം. ഫൈൻ ഡീറ്റെയിലിങ്ങിന് ഉപയോഗിക്കുന്ന വസ്തു എന്ന് പറയുന്നത് ഒട്ടുമിക്ക സമയത്തും നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഒരിക്കലും അവൈലബിൾ ആയിരിക്കില്ല. അതുകൊണ്ട് ഇത് നമ്മൾ യൂസ് ചെയ്യുന്നതിന് മുമ്പേ നമുക്കൊരു എക്സ്ട്രാ റീഫില്ല് വാങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള മെറ്റീരിയൽസ് തന്നെ വാങ്ങുക. ഈ ടോംബോ മോണോ പോലെയുള്ള ഇറേസേഴ്സ് തന്നെ റീഫില്ലുള്ള വേർഷനായിട്ടും അല്ലാതെയും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. സോ റീഫിൽ ഉള്ളത് വാങ്ങാനാണ് ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത്.
ഇനി ലാസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ബ്രാൻഡാണ്. സത്യം പറഞ്ഞാൽ ബ്രാൻഡിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഏകദേശം പറഞ്ഞു കഴിഞ്ഞു. ഏറ്റവും നല്ല ബ്രാൻഡ് ഏതാണ്, ഈ ബ്രാൻഡിൻ്റെ മെറ്റീരിയൽ ഉപയോഗിക്കുന്നുള്ള ഗുണം എന്താണ്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം. എന്നിരുന്നാലും നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള, നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ബ്രാൻഡ് എപ്പോഴും ഉണ്ടാവും. നമുക്കൊരിക്കലും പെൻസിലിന് പറഞ്ഞതുപോലെ ഈ ഒരു മെറ്റീരിയലിന് ഈ ഒരു ടൈപ്പ് റിസൾട്ട്, അങ്ങനത്തെ ഒരു റീസണും നമുക്ക് ഇറേസേഴ്സിന് പറയാൻ പറ്റില്ല. കാരണം അത്രയും ഡിഫറൻസ് ഒന്നും പല ബ്രാൻഡുകൾക്ക് തമ്മിലില്ല. എന്നിരുന്നാലും നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള, നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള, നമുക്ക് ഹാൻഡി ആയിട്ടുള്ളൊരു മെറ്റീരിയൽ തന്നെ നമ്മൾ തിരഞ്ഞെടുക്കുക. പിന്നെ തെറ്റ് വന്നു കഴിഞ്ഞാൽ ഷേവിംഗ് ബ്ലേഡ് എടുത്ത് പേപ്പറിൽ നിന്ന് ആ ഒരു പാർട്ട് ചുരണ്ടി കളയുന്ന ആളുകൾ വരെ ഉണ്ട്. നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല ഇറേസേഴ്സ് ഇങ്ങനെ തന്നെ യൂസ് ചെയ്താലേ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത്. നമ്മുടെ നെഡഡ് ഇറേസറിൻ്റെ യൂസ് കിട്ടാനായിട്ട് ഒരു ഇറേസറിൻ്റെ സർഫസ് വെച്ച് മായ്ക്കുന്ന ആൾക്കാർ വരെയുണ്ട്. സോ വാട്ട് ഐ റെക്കമെൻഡ് ഇസ് ഫൈൻഡ് ദ ബെസ്റ്റ് തിങ് ദാറ്റ് സ്യൂട്ട്സ് യു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവായിട്ട് തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പറ്റുമെങ്കിൽ ആ ബെല്ലൈക്കണിലൊരു. പിന്നെ നെക്സ്റ്റ് എപ്പിസോഡ് ഞാൻ ഉടനെ റിലീസ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് വി വിൽ മീറ്റ് അഗെയിൻ. താങ്ക് യു.